അസ്സാം വലൈക്കും എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ് കാണുന്നതിന് മുമ്പേ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണുക, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പം ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. ഹലോ ഗൈസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇറാഷണൽ നമ്പർ ആൻഡ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇറാഷണൽ നമ്പറിനെ റിലേറ്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇറാഷണൽ നമ്പർ എന്ന് വെച്ചാൽ എന്താ? എ നമ്പർ വിച്ച് കെ നോട്ട് ബി റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ വെർ ക്യൂ നോട്ട് ഈക്വൽ ടു 0. അതായത് റാഷണൽ നമ്പർ അല്ലാത്ത എല്ലാ നമ്പറിനെയും നമ്മൾ എന്ത് വിളിക്കും? ഇറാഷണൽ നമ്പർ എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ ഈ ഇറാഷണൽ നമ്പർ ഒരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പി ബൈ ക്യൂ ഫോമിൽ നമ്മൾക്ക് എഴുതാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഒന്ന് പൈൻ്റെ വാല്യൂ എത്രയാണ്? 3.14 എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനിയും നമ്മൾക്ക് ഒരുപാട് ഇതിന് ഇറ്റ്സ് എ റിക്കറിങ് ഡെസിമൽ, ബട്ട് ഇറ്റ്സ് നോട്ട് എൻ എക്സാക്റ്റ് വാല്യൂ അല്ലാത്തതുകൊണ്ട് വി കനോട്ട് റൈറ്റ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എൻ ഇറാഷണൽ നമ്പർ. ദെൻ കംസ് √5, √6, √3, √2. all these values are example of irrational number. These root വരുന്ന നമ്പേഴ്സ് ഒക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് ഇറാഷണൽ നമ്പറിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾക്ക് എന്താണ് എന്ന് നോക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താലേ ഇനി നിങ്ങൾക്ക് കാര്യമില്ല. ഇനി കുറേ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഗൈസ്, ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. Prove √5 is a irrational number. നമ്മൾ പറഞ്ഞ ഇറാഷണൽ നമ്പറിൻ്റെ എക്സാമ്പിളാണ് √5. ബട്ട് വി ഹാവ് ടു പ്രൂവ് ഹിയർ വെദർ √5 ഈസ് എ ഇറാഷണൽ നമ്പർ. ഹൗ ടു പ്രൂവ് ഇറ്റ്? നമ്മൾ അധികവും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് മാത്സിൽ വരുന്നത് പ്രൂവ് ചെയ്യാനാണ്. ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾക്ക് ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു ലോങ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് പഠിക്കുക. എല്ലാ നമ്പേഴ്സും റൂട്ടിൽ വെച്ചിട്ട് എന്ത് നമ്പർ തന്നാലും നമ്മൾ അതിനെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. √5നെ ഒരു ഇറാഷണൽ നമ്പർ ആണോ എന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ √5നെ നമ്മൾക്കൊരു റാഷണൽ നമ്പറായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം? വി ക്യാൻ ജസ്റ്റ് ഗസ് ചെയ്യുക അല്ലെങ്കിൽ അസ്യൂം ചെയ്യുക. അസ്യൂം √5 ഈസ് എ റാഷണൽ നമ്പർ. ഒരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, റാഷണൽ നമ്പറാണ് √5. അപ്പോൾ റാഷണൽ നമ്പറിന് എന്താ കണ്ടീഷൻ? റാഷണൽ നമ്പേഴ്സ് വേർ റാഷണൽ നമ്പർ ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ. ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ. ഓക്കെ, in the form of p by q where p and q are integers also co-prime. ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു വിട്ടുപോയി എന്ന് തോന്നുന്നു. കോപ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പം 2/3, 3/4, 4/5, these types of number when we write, this is a rational number, right? Whatever number 5/25, ഈ നമ്പേഴ്സൊക്കെ കോപ്രൈം ആണെന്ന് പറയാൻ കാരണം ഈ രണ്ട് നമ്പേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? കട്ട് ചെയ്യില്ല. അപ്പോൾ 2ഉം 3ഉം പോകുന്ന ഒരു ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരേപോലെ ഡിവൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2നെയും 3നും കട്ട് ചെയ്യാൻ പറ്റില്ല. ഓൺലി 1 ഈസ് ദ 1 ക്യാൻ ബി ലൈക്ക് 2നെ നമുക്ക് 1നോട് ഡിവൈഡ് ചെയ്യാം, 3നെയും 1നോട് ഡിവൈഡ് ചെയ്യാനേ പറ്റൂ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഓൺലി 1 ആസ് ദ ഫാക്ടർ. സോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പിയും ക്യൂവും നോക്കുന്ന സമയത്ത് ഒന്ന് മാത്രമേ നമ്മൾക്കതിൻ്റെ എന്തുള്ളൂ? ഫാക്ടറായിട്ട് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോപ്രൈം എന്ന് വിളിക്കാം. സോ റാഷണൽ നമ്പർ ആവണമെങ്കിൽ അത് കോപ്രൈം ആയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ 25/5 എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ, ബട്ട് ഇറ്റ്സ് നോട്ട് എ റാഷണൽ നമ്പർ ബിക്കോസ് 25/5ൻ്റെ ആൻസർ എത്രയാണ്? 5, ബിക്കോസ് വിൽ കട്ട്. ഇത് രണ്ടും കട്ട് ചെയ്യും. കോപ്രൈം അല്ല. കോപ്രൈം ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ നിൽക്കും. അതിൻ്റെ വാല്യൂ കിട്ടിൽ .something ഡെസിമൽ ആയിരിക്കും. അപ്പം ഇത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്കതിനെ കോപ്രൈം എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
co-prime. The numbers together with not cut or for which only one will be the factor. ഇപ്പോൾ നോക്കിയാൽ 5/25 നമ്മൾ 5/5നെയും 25നെയും കട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ 5 ന്യൂമറേറ്ററിൽ ആയതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തിട്ട് അങ്ങനെ പൂർണ്ണമായിട്ടും പോവില്ല. 5നെയാണ് 25നോട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇറ്റ് വിൽ ബി ഡെസിമൽ വാല്യൂ ആണ് കിട്ടാറ്. അപ്പം ഇതിനെ 1നും 1നും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ എന്താവും, ഇവിടെ 1/5 ആവും. ഓക്കെ, 1/5 ആവുന്ന സമയത്ത് അഗെയിൻ ഇതിന് ചുരുക്കിയാൽ 1/5 ആവും. 1/5 ആകുമ്പം ഇതും എന്താണ്, കോപ്രൈമാണ്. 1നും 5നും 1 ഫാക്ടറിയിലും വേറെ നമ്പറോട് കട്ട് ചെയ്യാൻ പറ്റൂല, പൂർണ്ണമായിട്ടും കട്ടാവില്ല. സോ ഇങ്ങനെയുള്ള പൂർണ്ണമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കട്ടാവാത്ത നമ്പേഴ്സാണ് കോപ്രൈം എന്ന് പറയുന്നത്. സോ അസ്യൂം √5 is a rational number in the form of p/q where p and q are co-prime and integers. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് ചെയ്യാം, എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനെ നമ്മൾ ഇപ്പം √5ന് റാഷണൽ നമ്പർ ആക്കി മാറ്റിയപ്പം വിൽ റൈറ്റ് √5 is equal to p/q. അതായത് √5 ഒരു റാഷണൽ നമ്പറാണ്. സോ p/q. എന്നിട്ട് ലെറ്റ് സ്ക്വയർ ദിസ്, സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് വിൽ ഗെറ്റ് √5 square is equal to p square by q square. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്ക്വയർ ചെയ്യണം. √5 square means what? √5 into √5 is equal to 5. അപ്പം 5 is equal to p square by q square. അപ്പം ഈ ക്യൂവിനെ ഇപ്പുറത്തേക്ക് എടുത്താലോ, 5q square is equal to p square. അപ്പോൾ ഇതിനൊരു ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് നമ്മൾക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്, ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഞാൻ ഇതൊക്കെ റബ്ബ് ചെയ്യാണ്, ബിക്കോസ് യു വിൽ നോട്ട് ബി ഏബിൾ ടു സീ, ഫുൾ ബോർഡ് കാണില്ല. അപ്പോൾ 5q square is equal to p square എന്ന് എഴുതി എന്നിവിടെ റബ്ബ് ചെയ്യാണ്. അപ്പം p square എന്ന് പറയുന്നത് 5നെ q സ്ക്വയറോട് മൾട്ടിപ്ലൈ ചെയ്ത് ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറോട് മൾട്ടിപ്ലൈ ചെയ്തതാണെങ്കിൽ, ഇപ്പം നമ്മൾ പറയാം 25 എന്ന് പറയുന്നത് 5 into 5 ആണെങ്കിൽ p square എന്നാൽ 25, 5 into 5 അല്ലേ. 25ൻ്റെ സ്ക്വയർ മാറ്റിയാൽ ഇത് 5 ആയിരിക്കും. 5 into 5 ആണ് 25. 5 എന്ന് പറയുന്നത് എന്താണ്, 5 into 1 ആണ്. അപ്പം ഈ 5നെ നമ്മൾ 5 എന്ന് പറയുന്നത് എന്തിൻ്റെ ഫാക്ടറാണ്, പീൻ്റെ ഫാക്ടറാണ്. അതായത് പി സ്ക്വയറിൻ്റെ ഫാക്ടറാണ് 5 അല്ലേ. 5നെ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ p സ്ക്വയർ. അപ്പോൾ പീൻ്റെ ഫാക്ടറും എന്ന് പറയാം, ബിക്കോസ് നമ്മൾ രണ്ടിലും 5 വരും. 5 into 5 is 25. അപ്പോൾ 25 ഇവിടെ എടുത്താൽ p സ്ക്വയർ 25 ആണെങ്കിൽ that means 5 into 5, അതായത് ഈ q സ്ക്വയർ 5 ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ദെൻ ഇതിൻ്റെ 25ൻ്റെ സ്ക്വയർ കളഞ്ഞാൽ 5 കിട്ടും. ഈ 5 എന്ന് പറയുന്നത് എന്താണ്, 5 into 1. അപ്പോൾ ഈ രണ്ടിലും 5 ഉണ്ട് അല്ലേ. ഈ 5 എന്ന് പറയുന്നത് എന്തിൻ്റെ ഫാക്ടേഴ്സാണ്, p സ്ക്വയറിൻ്റെ ഫാക്ടറാണ്. ഇത് p സ്ക്വയർ ആണ്, ഇത് p ആണ്. അപ്പം we can also say that 5 is a factor of p square. 5 is a factor of p square. Okay, and therefore 5 is also a factor of p. So ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ വെക്കാം. ഇതുവരെയുള്ള സ്റ്റെപ്സ് ഞാൻ നേരത്തെ ബോർഡിൽ കാണാത്തതുകൊണ്ട് റബ്ബ് ചെയ്താണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് കാണൂലെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി എഴുതിയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്, എന്നാലേ ബാക്കിയുള്ളത് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ √5ന് നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഇറാഷണൽ നമ്പർ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അത് റാഷണൽ നമ്പറാണ്. റാഷണൽ നമ്പർ ആവണമെങ്കിൽ പിയും ക്യൂവും co-prime ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കട്ടാക്കാൻ പറ്റാത്ത നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് പോവാത്ത നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ √5നെ p/q ആക്കിയിട്ട് എഴുതി, അതിനെ സ്ക്വയർ ചെയ്തു. √5 square is equal to p square by q square. അങ്ങനെ √5 into 5 is equal to p square by q square. അങ്ങനെ നമ്മൾ ഈ q സ്ക്വയറിന് ഇപ്പുറത്തേക്ക് ഡിവിഷൻ അല്ലേ, അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയത് മൾട്ടിപ്ലിക്കേഷനായി. അപ്പോൾ 5q square is equal to p square എന്നായി. ഇനിയിപ്പോൾ 5q square is equal to p square ആണെങ്കിൽ 5q എന്ന് പറയുന്നത് p ആയിരിക്കും. അതായത് നമ്മളിപ്പം 25 is equal to 5 into 5 ആണെങ്കിൽ 5 is equal to 5 into 1. അപ്പോൾ രണ്ടിലും 5 വരും. അപ്പോൾ 5 is we can say that first 5 square is a factor of p square. p സ്ക്വയറിൻ്റെ ഫാക്ടറാണ് 5 സ്ക്വയർ. അപ്പോൾ 5 എന്താണ്, pൻ്റെ ഫാക്ടറാണ് 5 അല്ലേ. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ p square is equal to p
ലെറ്റസ് ടേക്ക് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 5q സ്ക്വയർ എന്നുള്ളത് 5m സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം. അതായത് നമ്മൾ പറഞ്ഞു 5നെ എന്തിനോടോ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏതോ ഒരു സ്ക്വയർ നമ്പറിൻ്റെ സ്ക്വയറോട് മൾട്ടിപ്ലൈ ചെയ്തതാണ് പി സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ എം എടുത്തിട്ട് എം സ്ക്വയർ ആക്കിയിട്ട് എഴുതാം. ഓക്കെ, പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 5m സ്ക്വയർ. അപ്പോൾ ഇതേപോലെ അപ്പം പി എന്ന് പറയുന്നത് എന്തായിരിക്കും? പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 5m സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ഇതിങ്ങനെ എഴുതാം. പി 5m സ്ക്വയർ 5 സ്ക്വയർ 25m സ്ക്വയർ. ഓക്കെ, ഇനിയിപ്പം പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25m സ്ക്വയർ എഴുതി. അപ്പം പി എന്തായിരിക്കും? 25 സ്ക്വയർ ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ അല്ലേ 25. അപ്പം പി എന്ന് പറയുന്നത് 5m ആയിരിക്കും. ഓക്കെ, പി എന്ന് പറയുന്നത് 5m ആയിരിക്കും. ഇവിടെ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25m സ്ക്വയറിന് എടുത്തു. പി സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മളിവിടെ 5q സ്ക്വയർ ആക്കിയിട്ടാണ് എടുത്തത് അല്ലേ? 5q സ്ക്വയർ ആണ് പി സ്ക്വയർ. അപ്പം നമ്മൾ ഓക്കെ, ഇത് എഴുതുന്നതിന് മുമ്പേ നമ്മൾ 5q സ്ക്വയർ, പി സ്ക്വയറിന് പകരം 5q സ്ക്വയർ എഴുതാം ഇസ് ഈക്വൽ ടു 25m സ്ക്വയർ. ഓക്കെ, 25m സ്ക്വയർ. ദെൻ നമ്മൾ q സ്ക്വയർ ഇവിടെ വെച്ചിട്ട് ഈ 5 ഇൻറ്റു അല്ലേ, ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? 25 ഡിവൈഡഡ് ബൈ 5m സ്ക്വയർ. ഓക്കെ, അപ്പം ഈ 5ഉം 5 ഇവിടെ കട്ടായോ? യെസ്, 5 ടൈംസ്. അപ്പോൾ q സ്ക്വയർ ഇസ് ഈക്വൽ ടു 5m സ്ക്വയർ. q square is equal to 5m square. See here, p square is equal to 5q square. അതേപോലെ q square is equal to 5m square. അതായത് 5 is a factor of q square. അപ്പോൾ 5 square is a factor of, here we can say that 5 square is a factor of q square. Therefore 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? qൻ്റെ ഫാക്ടർ ആയിരിക്കും, ഫാക്ടർ ഓഫ് q. ഹിയർ ഇറ്റ്സെൽഫ് ഞാൻ പറയട്ടെ, നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചതിൽ പിൻ്റെ ഫാക്ടർ 5ഉം പിൻ്റെ ഫാക്ടറാണ്, ക്യൂൻ്റെ ഫാക്ടറും 5 ക്യൂൻ്റെയും പിന്നെയും ഫാക്ടറാണ്. അതായത് മുകളിലും തായും p/q ഫോമിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഏതോ ഒരു നമ്പറിനെ 5നോട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ഈ p/qൻ്റെ വാല്യൂ. മനസ്സിലായോ? അപ്പം ഈ p/q 5നെയും ഫാക്ടറാണ് നമുക്ക് പറയാം. ഇറ്റ്സ് നോട്ട് എ കോപ്രൈം. കോപ്രൈം ആണ് റാഷണൽ നമ്പർ, എന്നാലേ റാഷണൽ നമ്പർ ആവും. അപ്പം കോപ്രൈം അല്ലാത്തതുകൊണ്ട് ഇപ്പം 5ഉം ഫാക്ടർ ആയതുകൊണ്ട് പിന്നെയും ക്യൂനെയും ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, സിൻസ് പി ആൻഡ് ക്യൂ ആർ നോട്ട് കോപ്രൈം ആണെങ്കിലേ റാഷണൽ നമ്പർ ആവും. കോപ്രൈം അല്ലാത്തത് കൊണ്ട്, അതായത് ഈ രണ്ടും പിന്നെ പിൻ്റെയും p/q എന്ന് എഴുതിയാൽ ഈ 5ൻ്റെ ഫാക്ടറാണ്, ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്തതാണ് നമ്മൾ p/q എന്ന് പറയുന്ന വാല്യൂ. അതായത് ഇത് രണ്ടും കട്ടായി പോകും. അപ്പോൾ ഇത് കോപ്രൈം ആണോ? അല്ല. അപ്പോൾ കോപ്രൈം അല്ലാത്തത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് √5 ഈസ് എ ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്തു. സോ വി ക്യാൻ കൺക്ലൂഡ് ഇറ്റ്, സിൻസ് p and q are not coprimes, √5 is a rational number. So this way you have to do any question. √5 ആയിക്കോട്ടെ, ഇതിൻ്റെ സ്ഥാനത്ത് √6 തന്നാലും ഇതേ വേയിൽ തന്നെ എഴുതുക, എന്നിട്ട് ഉത്തരം കണ്ടെത്തുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാം. √5 p/q എന്ന ഫോമിൽ നമ്മൾ എഴുതാം. ബിക്കോസ് നമ്മൾക്ക് റാഷണൽ നമ്പർ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. റാഷണൽ നമ്പർ അല്ലെങ്കിൽ അത് ഇറാഷണൽ നമ്പർ ആയിരിക്കും. സോ വി ഹാവ് ടു പ്രൂവ് ഇറാഷണൽ നമ്പർ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വി ഹാവ് ടു അസ്യൂം ഫസ്റ്റ്, ലെറ്റ് us assume √5 ഈസ് എ റാഷണൽ നമ്പർ. rational number ആണെങ്കിൽ it will be in the form of p/q. √5 is equal to p/q എഴുതാം. സ്ക്വയർ ചെയ്യുക. √5 സ്ക്വയർ is equal to p square by q square. അപ്പോൾ √5 സ്ക്വയർ എന്ന് പറയുന്നത് 5 ആണ്, p square by q square. അപ്പം നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് എടുത്താൽ 5q square is equal to p square. അപ്പം 5q എന്ന് പറയുന്നത് p ആയിരിക്കും. 5 എന്ന് പറയുന്നത് പിൻ്റെ ഫാക്ടർ ആക്കിയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അതേപോലെ p square is equal to 5m square ആക്കിയിട്ട് എടുത്തപ്പോൾ നമ്മൾ p square 25m square ആയി. അപ്പം നമ്മൾ 5q സ്ക്വയർ ആണ്, പി സ്ക്വയറിന് 5q സ്ക്വയർ ഇവിടെ നിന്ന് എടുത്തിട്ട് എഴുതി 25m സ്ക്വയർ. അപ്പോൾ q സ്ക്വയർ ഇസ് ഈക്വൽ 25 ഡിവൈഡ് ബൈ 5m സ്ക്വയർ. q സ്ക്വയർ ഇസ് ഈക്വൽ ടു 5m സ്ക്വയർ. ബിക്കോസ് ഇവിടെ കട്ട് ചെയ്തു 5 സ്ക്വയർ ആയി. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടത് 5 എന്ന് പറയുന്നത് q സ്ക്വയറിൻ്റെ ഫാക്ടറാണ്, 5 സ്ക്വയർ. 5 എന്ന് പറയുന്നത് qൻ്റെ ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാം, q ഇസ് ഈക്വൽ ടു 5m. സോ 5 is a factor of q. Therefore
Q, since 5 is a factor of P and Q, we can say that P and Q are not co-primes. So therefore, root 5 is an irrational number. Thank you so much for watching, guys. Guys, here is a question for you. Prove root 6 is an irrational number. Prove root 6 is a irrational number. Root 6 എന്ന് പറയുന്നത് ഒരു irrational number ആണോ എന്ന് we have to prove. We know that exactly, like നമ്മൾ പഠിച്ചിരുന്ന irrational number എന്ന് വെച്ചാൽ എന്താണ്, what are the examples, അതിൽ റൂട്ട് വാല്യൂസ് ഒക്കെ irrational number ആണ്. Why? നമ്മൾക്ക് ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾക്ക് ഇതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കിത് ഒരു റാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റും. റാഷണൽ നമ്പർ അല്ലാതെ ബിക്കോസ് root 6 cannot be written in the form of p/q. ഈ ഒറ്റ കാരണം കൊണ്ട് നമുക്ക് പറയാം എന്ത് root 6 ഒരു റാഷണൽ നമ്പർ ആണ്. പക്ഷേ if such type of question is asked in the examination, prove എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പ്രാക്ടിക്കലി മാത്തമാറ്റിക്കലി വി ഹാവ് ടു പ്രൂവ് ഇറ്റ്. അങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. root 6 ഒരു റാഷണൽ നമ്പർ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം വി ഹാവ് ടു അസ്യൂം root 6 ആസ് എ റാഷണൽ നമ്പർ. നമ്മൾ തന്നിരിക്കുന്ന റൂട്ട് വാല്യൂവിനെ റാഷണൽ നമ്പറായിട്ട് അസ്യൂം ചെയ്യാം. റാഷണൽ നമ്പറായിട്ട് അസ്യൂം ചെയ്തിട്ട് വാട്ട് വി ഹാവ് ടു പ്രൂവ് ഇസ് അത് root 6 റാഷണൽ നമ്പർ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം റാഷണൽ നമ്പർ അത് അല്ല. ബിക്കോസ് root 6 നമ്മൾക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ബിക്കോസ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് p/q ഫോമിൽ എഴുതുന്നതാണ്. അപ്പോൾ root 6 p/q ഫോമിൽ എഴുതാൻ പറ്റുന്നതായിരിക്കണം. മാത്രമല്ല അതിൽ വേർ റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, റാഷണൽ p and q എന്ന് പറയുന്നത് എന്തായിരിക്കണം, കോപ്രൈംസ് ആയിരിക്കണം. കോപ്രൈംസ്. ഈ കോപ്രൈംസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. കോപ്രൈംസ് എന്താണെന്ന് പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ. സോ കോപ്രൈംസ് ആയിരിക്കണം ഇൻറ്റിജേഴ്സ്. എന്തായാലും ഇൻറ്റിജേഴ്സ് വരും, പക്ഷെ കോപ്രൈംസ് ആയിരിക്കണം. കോപ്രൈംസ് എന്ന് വെച്ചാൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കണം, കട്ടാൻ പാടില്ല. പിന്നെ അതിൽ കോമൺ ഫാക്ടർ ഉണ്ടാകാൻ പാടില്ല. അതായത് ഇപ്പം ഒരേ നമ്പർ ഇപ്പോൾ 3നോടും മുകളിലും താഴെയും ഗുണിക്കാൻ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ ഒരു നമ്പർ തന്നിട്ട് 12/3, ദിസ് നമ്പർ ക്യാൻ ബി ലൈക്ക് ഇതിലും 3 പോകും അല്ലേ. അപ്പോൾ 3 ഇവിടെ പോവും, എത്ര പ്രാവശ്യം പോകും, ഇവിടെ 4 പ്രാവശ്യം പോകും 1, അപ്പോൾ 4/1, 4 ഈസ് ദ ആൻസർ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഒന്നും ഒരിക്കലും നമുക്ക് റാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. റാഷണൽ നമ്പർ ആവണമെങ്കിൽ അതിന് എക്സാക്റ്റ് ആൻസർ ഉണ്ടാവാനും പാടില്ല. മാത്രമല്ല ഈ രണ്ട് നമ്പറിലും കട്ട് ചെയ്യാൻ പാടില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് കോപ്രൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുക എന്ത്, root 6 ആസ് എ റാഷണൽ നമ്പർ വെർ p and q ആർ കോപ്രൈംസ് എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ കാൽക്കുലേഷൻ തുടങ്ങുക. ഓക്കെ, ഞാനിത് മായ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്തു, അത് നോട്ടിൽ എഴുതാം, അതിൻ്റെ താഴെയായിട്ട് എഴുതാം. നമ്മൾ അസ്യൂം ചെയ്തു root 6 is a rational number, so it should be in the form of p/q. Then what we have to do is square this. Square. By squaring we will get root 6 square is equal to p square by q square. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്ക്വയർ ചെയ്യാം. ഈ root 6 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, root 6 into root 6. ഏതൊരു റൂട്ടിനെ അതിൻ്റെ റൂട്ടിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ we will get the exact value, that is 6 is equal to p square by q square. Okay, 6 is equal to p square by q square. Take this value on the left side of the equal to side. Okay, equal to സൈഡിൻ്റെ അപ്പുറം ഇപ്പുറവും നമ്മളെപ്പോഴും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഡിവിഷൻ ആണെങ്കിൽ ഇത് മൾട്ടിപ്ലിക്കേഷനും അഡീഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷനും ഓപ്പോസിറ്റ് ആയിരിക്കും ആവുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്ന സമയത്ത് 6 into q square, അതായത് 6q square. Okay, we can write as 6q square equal to p square. Okay, 6q square is equal to p square means what, 36. 6 square 36, q square equal to p square. Okay, ഇപ്പോൾ 36q square is equal to p square. അപ്പോൾ p എന്തായിരിക്കും, 36ൻ്റെ എന്താണ്, ദിസ് ഇസ് ഏതിൻ്റെ സ്ക്വയറാണ്, ഇത് 6ൻ്റെ സ്ക്വയർ അല്ലേ. p എന്ന് പറയുന്നത് 6q.
ഓക്കെ, ക്യൂ സ്ക്വയർ മാറ്റി 36ൻ്റെ സ്ക്വയർ മാറ്റിയാൽ 6q = 2. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതിയതിന് ശേഷം വാട്ട് വി ഹാവ് ടു ഡു നെക്സ്റ്റ് ഈസ് I'm just rubbing the board because you will not be able to see the next step. Okay, അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക, പഠിച്ചുകൊണ്ടേ വെക്കുക. ഫസ്റ്റ് √6 = p/q. By squaring √6 square is equal to p²/q². Then √6 into √6 is 6 is equal to p²/q². 6q², അത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്താൽ 6q² കിട്ടും, p². 6² q² രണ്ടും ഈ q² രണ്ടിലും ബാധകമായതുകൊണ്ട് 6ൻ്റെ സ്ക്വയർ 36 ആണ്. q², p = p² എന്ന് നമ്മൾ അങ്ങനെ എഴുതാം. ഇതിൻ്റെ സ്ക്വയർ കളഞ്ഞാൽ നമ്മൾ 36 ഏതിൻ്റെ സ്ക്വയർ ആണ്? 6ൻ്റെ സ്ക്വയർ ആണ്. സ്ക്വയർ കളയാണ്, p² മാറ്റി p ആക്കി, അപ്പോൾ q² q ആയി, 36 6 ആയി. അപ്പോൾ ഇത്ര വരെ എഴുതിയിട്ട് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ p² നമ്മൾ p² 6q² ആയിട്ടെന്ന് എഴുതിയിരിക്കും. ആ ക്യൂവിൻ്റെ സ്ഥാനത്ത് m ഇട്ടിട്ട് നമ്മൾ വേറൊരു വാരിയബിൾ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ബിക്കോസ് p² എന്ന് പറയുന്നത് 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏതോ ഒരു നമ്പർ, അതായത് 6ൻ്റെ 6നെ ഏതോ ഒരു വാല്യൂവിൻ്റെ സ്ക്വയറോട് മൾട്ടിപ്ലൈ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ p² = 6m² എന്ന് എഴുതാം. അപ്പം p² = 6m² എന്ന് വെച്ചാൽ എന്തായിരിക്കും? p² = 36m², റൈറ്റ് അല്ലേ? അപ്പം പിന്നെ p² നമ്മൾ മുമ്പ് എഴുതിയിരിക്കുന്നു. p² = 6q² എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ p² 6q² എന്ന് പറഞ്ഞാൽ p² സ്ഥാനത്ത് 6q² എന്ന് കൊടുക്കാം, 6q² കൊടുക്കാം, = 36m², അങ്ങനെ തന്നെ എഴുതാം. then ഈ q² ഇവിടെ വെച്ചിട്ട് ഈ ഇൻറ്റു എന്ന് പറയുന്നതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും അല്ലേ? ഡിവൈഡ് ചെയ്യും. സോ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 36ൽ 6 കട്ടാവും. എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. അപ്പോൾ q² = 6m². q² = 6m². അപ്പോൾ q എന്തായിരിക്കും? 6m² എന്ന് പറയുമ്പോൾ q² = 36m² എന്നാണ്. അപ്പം q എന്ന് പറയുന്നത് എന്തായിരിക്കും? 36ൻ്റെ സ്ക്വയർ കളഞ്ഞ 6, mൻ്റെ സ്ക്വയർ കളഞ്ഞ m. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾക്ക് കൺക്ലൂഷൻ കിട്ടിയത്. അപ്പോൾ ഞാൻ കൺക്ലൂഷൻ ഒന്ന് എടുത്തതാണ്. നമ്മൾ നേരത്തെ ചെയ്തതിൽ കിട്ടിയത് എന്താണ്? നമ്മൾ നേരത്തെ കിട്ടിയത് p² = 6, that is 36q² എന്ന് കിട്ടി. അപ്പോൾ p എന്ന് പറയുന്നത് 6q ആണെന്ന് നമ്മൾ എഴുതി. സി p² = 36q², q² = 36m². p is equal to 6q, q is equal to 6m. Here we can conclude that p എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് ഏതിൻ്റെ ഫാക്ടറാണ്? p² എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് 6² അല്ലേ? അതായത് നമ്മൾ 6നെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത് 36. ഈ 36നെ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? p² എന്ന് പറയുന്ന വാല്യൂ. അപ്പം p² എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിൽ 6ൻ്റെ സ്ക്വയർ അടങ്ങിയിട്ടുണ്ട്, 36. അപ്പം p എന്ന് പറയുന്നതിൻ്റെ ഫാക്ടർ എന്താണ്? എന്തിൻ്റെ ഫാക്ടറാണ്? 6ൻ്റെ ഫാക്ടറാണ് p എന്ന് പറയുന്ന വാല്യൂ. അതായത് സ്ക്വയർ എടുത്ത് കളഞ്ഞാൽ നമ്മൾ p എന്നാക്കിയാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്ന pൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6ൻ്റെ ഫാക്ടർ ആയിരിക്കും. pൻ്റെ വാല്യൂ ഇറ്റ്സ് എ ഫാക്ടർ ഓഫ് 6. ഓക്കെ, ഫാക്ടർ ഓഫ് 6. അപ്പം p² = factor of 6² and p is equal to factor of 6. The same way we can write q² എന്ന് പറയുന്നത് it's a factor of 6², where therefore q is equal to a factor of 6. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറയുമ്പോൾ 36 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടണമെങ്കിൽ 6 × 6. അതേപോലെ ആ 36ൻ്റെ സ്ക്വയർ കളഞ്ഞ 6 എന്ന് പറയുന്നത് 6 × 1 ആണ്. രണ്ടിലും എന്തുണ്ട്? നമ്മൾ 6 അടങ്ങിയിട്ടുണ്ട്. സോ 6 is a factor of 36. അതേപോലെ തന്നെ p² ഫാക്ടർ 6² എന്ന് പറയുന്നത് 6² എന്ന് പറയുന്നത് p² ഫാക്ടറാണ്. 6 × 6 36. അപ്പോൾ ഈ p² എന്ന് പറയുന്നത് എന്തിൻ്റെ ഫാക്ടറാണ്? 6² p² ഫാക്ടറാണ്. ബിക്കോസ് 36നെ എന്തിനോടോ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് p² കിട്ടും. സോ p² 36 is a factor,
അപ്പോൾ ക്യൂ സ്ക്വയറിലും അതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ പിയിലും ക്യൂവിലും നമ്മൾ 6 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ P/Q ഫോം, റാഷണൽ നമ്പർ P/Q ഫോമിൽ എഴുതുന്ന സമയത്ത് ഇത് ഈ നമ്പറിനെ നമ്മളിപ്പോൾ 6Q/6M, അപ്പം ഏതൊരു നമ്പർ ആയാലും ഈ ക്യൂൻ്റെ എമ്മിൻ്റെ സ്ഥാനത്ത് അതിനെ 6നോട് സിക്സിൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ, 6ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കട്ടായി പോകും. അപ്പോൾ 36/6 ആണെങ്കിൽ ഇത് കട്ടായി പോകും. ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, കോപ്രൈംസ് ആയിരിക്കണം. അപ്പം രണ്ടിലും 6 വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ കോപ്രൈം. കോപ്രൈം എന്ന് പറഞ്ഞാൽ രണ്ടും P/Q എന്ന ഫോമിൽ എഴുതുന്ന സമയത്ത് 1 മാത്രമായിരിക്കും ഫാക്ടറായിട്ട് വരിക. പക്ഷെ ഇവിടെ എന്താണ്, 1 അല്ല 6 ഫാക്ടറായിട്ട് വരുന്നത്. രണ്ടിലും 6 വരുന്നുണ്ട്. വേറെ ഏത് നമ്പർ 1 ഒഴികെ വന്നാലും രണ്ടിലും കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് രണ്ടിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടൊരു വാല്യൂ വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ ജസ്റ്റ് കട്ട് ഇറ്റ്, ഡിവൈഡ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് വാല്യൂ, ആൻസർ കിട്ടും. അപ്പോൾ P/Q ഇപ്പോൾ റാഷണൽ നമ്പർ ആണോ, റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ P/Q ഫോമിൽ തന്നെ നിൽക്കുന്ന നമ്പറാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്തു, √5 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ അല്ല എന്ന് കൺക്ലൂഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും √5 സിൻസ് P and Q are, or നമ്മളിങ്ങനെ എഴുതാം, have common factors. And ആ കോമൺ ഫാക്ടേഴ്സ് എന്താണ്, 6 അല്ലേ. കോമൺ ഫാക്ടേഴ്സ് രണ്ടിലും ഉണ്ട്. ഇപ്പോൾ P/Q ഫോമിൽ എഴുതുന്ന സമയത്ത് രണ്ടിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ കോമൺ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആൻഡ് ആർ നോട്ട് കോപ്രൈംസ്, അതുകൊണ്ട് തന്നെ എന്താണത്, എൻ്റെ ഇങ്ക് അത്ര കറക്റ്റ് വരുന്നില്ല, ജസ്റ്റ് ക്ഷമിക്കുക എല്ലാവരും. കോപ്രൈംസ് ആണെന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. സിൻസ് P and Q ആർ കോമൺ ഫാക്ടേഴ്സ് ആൻഡ് ആർ നോട്ട് കോപ്രൈംസ്, കോപ്രൈംസ് അല്ലാത്തത് കൊണ്ട്. ഇതെന്തുകൊണ്ടാണ് കോപ്രൈം ആവാത്തത്, കോമൺ ഫാക്ടർ രണ്ടിലും ഉള്ളതുകൊണ്ട്. വി ക്യാൻ സേ ദാറ്റ്, 1 minute, we can say that √5 is, √5നെയാണ് നമ്മളിവിടെ എടുത്ത് ചെയ്തത്. സോറി, √6 ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. നമ്മൾ പ്രൂവ് ചെയ്തില്ലേ റാഷണൽ നമ്പർ, അല്ലെങ്കിൽ പിന്നെ അത് എന്താണ് റാഷണൽ നമ്പർ, അല്ലെങ്കിൽ അത് ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് വേ വി വിൽ ഡു ദി ആൻസർ. സോ ദെർഫോർ ഫൈനൽ കൺക്ലൂഷൻ ഈസ് √5 ഈസ് എ റാഷണൽ നമ്പർ. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ, ഹാവ് ടു പ്രൂവ് ഇറ്റ്. സംഭവം എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു സ്റ്റഡി. അപ്പം ഇങ്ങനെ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി പോസ് ചെയ്ത് റിവൈൻഡ് ചെയ്തിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ തിങ്ക് മൈൻഡിൽ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ്, പ്രാക്ടീസ് ചെയ്യുക. മോർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ √5 പോലെ, √6 പോലെ, √7 പ്രാക്ടീസ് ചെയ്യുക, √8 പ്രാക്ടീസ് ചെയ്യുക. പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്. എന്തായാലും എക്സാമിൽ ഇങ്ങനെയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്റ്റ്. സോ ഗൈസ്, പ്ലീസ് സ്റ്റഡി. ഓക്കെ, ഇപ്പോൾ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പത്തെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ക്ലാസ്സിന് നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് കിട്ടുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് വെരി ക്ലിയർലി. താങ്ക് യു സോ മച്ച്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അതിൽ ഓളും പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.